നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എത്തിയോ ചേച്ചി? അടുക്കള ഉണർന്ന ലക്ഷണമുണ്ടല്ലോ ചേച്ചി. നല്ല പലഹാരം ഉണ്ടാക്കുന്ന മണം. അമ്മ നിലപാട് മാറ്റി തിരിച്ചിങ്ങ് വന്നു. ഉച്ചയ്ക്ക് ഇവിടെ സൂപ്പർ മീൻകറി ഊണായിരുന്നു. ആണോ? ക്യാൻറ്റീനിലെ ഫുഡ് വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. ഇനി എനിക്ക് കുറച്ച് ചോറ് തരാൻ പറഞ്ഞ ആന്റി തരുമോ? ഇനി നീ എന്ത് ചോദിച്ചാലും ആന്റി തരും. നീ ആ ബാഗ് കൊണ്ടുവച്ചിട്ട് വാ. മോളെ, മഞ്ചാടിയുടെ ശബ്ദം കേട്ടല്ലോ. അവള് വന്നോ? വന്ന് ചായ കുടിച്ചിട്ട് പോകാൻ പറ. അവള് മുറിയിൽ ബാഗ് വെച്ചിട്ട് വരുമേ. അവള് കോളേജിൽ നിന്ന് വരുമ്പോഴേ ചൂടോട് കഴിച്ചോട്ടെ എന്ന് കരുതി ഇപ്പൊ ഉണ്ടാക്കിയതാ. കഴിക്ക്. വീട്ടിലേക്ക് കയറി വരുമ്പോഴേ നല്ല പഴംപൊരിയുടെ മണം മൂക്കിലേക്ക് തുളച്ച് കയറുന്നുണ്ടായിരുന്നു ആന്റി. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാ, അതാ ഇത്ര മണം. കഴിക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. ആന്റി ഇത്ര നന്നായി പലഹാരം ഉണ്ടാക്കുന്ന ഞാനിപ്പോഴാ അറിയുന്നത്. നിനക്ക് ഈ ആന്റിയെ കുറിച്ച് എന്തറിയാം മഞ്ചാടി? ഇതൊന്നും ഒന്നുമല്ല. സുശീലാന്റിയുടെ കൈപ്പുണ്യം മോളിനെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അനു, നീ കഴിക്കുന്നില്ലേ? ദേ, ഇതൊക്കെ എടുത്ത് കഴിക്ക്. ശരി അമ്മേ, ഞാൻ കഴിച്ചോളാം. മിച്ചുമോന് കൊടുക്കാൻ ഞാൻ വേറെ ഉണ്ടാക്കുന്നുണ്ട്. നീ എടുത്ത് കഴിച്ചോ. ഞാൻ എടുത്തോളാം. ആയിക്കോട്ടെ, ഞാനേ ചായ എടുത്തിട്ട് വരാം. നിനക്ക് വേണോ? വേണ്ടമ്മേ, വേണ്ട. അതെ, ഞാൻ ഈ കാണുന്ന സ്വപ്നാണോ ചേച്ചി? സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെ. പക്ഷേ ഇതിലെന്തോ അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. പോയിസൺ? ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. നീ പേടിക്കാതെ കഴിച്ചു. ഇതൊരു തരം സ്നേഹിച്ച് കീഴ്പ്പെടുത്തല. യുദ്ധം ചെയ്യുന്നവനെ തോൽപ്പിക്കുന്നതിലും എളുപ്പമാ കീഴടങ്ങിയവനെ ഇല്ലാതാക്കുന്നത്. അപ്പൊ അനുചേച്ചി അഭിനയത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചോ? ഏയ്, അമ്മ അടവ് മാറ്റിയ സ്ഥിതിക്ക് ഞാനും പുതിയ യുദ്ധമറിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. പഴംപൊരി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അനുചേച്ചിയുടെ യുദ്ധം ആന്റി കാണാൻ പോകുന്നേ ഉള്ളൂ. അമ്മ കേക്കണ്ട. മോളെ മഞ്ചാടി, ബൂസ്റ്റ് ഇടണോ മോളെ? ഇട്ടോ ആന്റിയുടെ ഇഷ്ടം പോലെ. ശരി, ഇപ്പൊ കൊണ്ടുവരേ.